ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകൃപ കൊണ്ട് നമ്മൾ ചൈതന്യ ചരിതാമൃതം പഠിച്ചു വരുന്നു. ആദി ലീലയിലെ 7-ാമത്തെ അധ്യായം ശ്രീ അദ്വൈത പ്രഭു, ശ്രീ അദ്വൈതാചാര്യയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ശ്ലോകം 20 മുതൽ നോക്കാം. ശൈ പഞ്ചതത്വമിലേ പൃഥ്വി ആസിയ പൂർവപ്രേമ ഭാണ്ഡാരേര മുദ്ര ഉഗാദിയ പാഞ്ചേ മിലി ലൂത്തെ പ്രേമേ करे आस्वादन यत यत पिए तृष्ण बाड़े अनुक्षण. हरे कृष्ण. ओ नमो भगवते वासुदेवाय. से पंचतत्वमिले पृथ्वी आसिया पूर्व प्रेम भांडारे मुद्र उखाड़िया पांजे मिली लूटे प्रेम करे आस्वादन यदा यदा पिए तृष्णा बाड़े अनुशना. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വഭാവ ഗുണങ്ങൾ അതീന്ദ്രിയ പ്രേമത്തിന്റെ ഒരു കലവറയാകുന്നു. കൃഷ്ണാവതാരകാലത്തും ഈ പ്രേമസഞ്ചയം കൃഷ്ണനോടൊപ്പം വന്നിരുന്നുവെങ്കിലും അത് മുദ്ര വെച്ച നിലയിലായിരുന്നു. എന്നാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ പഞ്ചതത്വ പാർഷദന്മാരോടൊപ്പം ആഗതനായപ്പോൾ അവർ മുദ്ര പൊട്ടിച്ച് പ്രേമഭണ്ഡാരം കൊള്ളയടിച്ച് ദിവ്യമായ ആ കൃഷ്ണ പ്രേമരസം ആസ്വദിക്കും തോറും വീണ്ടും വീണ്ടും ആസ്വദിക്കുവാനുള്ള തൃഷ്ണ അവരിൽ വർദ്ധമാനമായി. ഭാവാർത്ഥം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ മഹാവതാന്യാവതാരം എന്ന് വിളിക്കുന്നു. കാരണം അവിടുന്ന് സ്വയം കൃഷ്ണൻ തന്നെയെങ്കിലും പതിതാത്മാക്കളോട് കൃഷ്ണനേക്കാൾ അധികം കാരുണ്യവാനാണ്. കൃഷ്ണൻ എല്ലാവരോടും ശരണാഗതി ആവശ്യപ്പെടുകയും എന്നാൽ മാത്രം സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പാർഷദന്മാരോടൊപ്പം അവതരിച്ചപ്പോൾ യാതൊരു വിവേചനവും കൂടാതെ എല്ലാവർക്കും കൃഷ്ണപ്രേമം വിതരണം ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണെന്ന് ശ്രീല ഗുരു രൂപഗോസ്വാമിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തെന്നാൽ കൃഷ്ണന് ഒഴികെ മറ്റാർക്കും തന്നെ കൃഷ്ണന്റെ അന്തരംഗ പ്രേമം വിതരണം ചെയ്യുവാനാകില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. കൃഷ്ണൻ സൈ പഞ്ചതത്വമിലി പൃഥ്വി ആസിയ പൂർവ പ്രേമ ഭണ്ഡാരേര മുദ്ര ഉഗാടിയ. പ്രേമഭണ്ഡാരം. പ്രേമഭണ്ഡാരം എന്താ ഉദ്ദേശിക്കുന്നത്? കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം. കൃഷ്ണനെക്കുറിച്ചുള്ള കൃഷ്ണൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സവിശേഷതകളും അതെല്ലാം ഒരു ഭണ്ഡാരം പോലെയാണ് കൃഷ്ണപ്രേമത്തിൻ്റെ. അതാണ് പറയുന്നത്, കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം. എന്നാൽ ഈ ഒരു പ്രേമം, ആ ഭണ്ഡാരം എന്താ ചെയ്യുന്നത്? ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പാർഷദരും കൂടെ അത് പൊളിച്ചെടുക്കുന്നു ഭണ്ഡാരം. ആക്ച്വലി ഈ ഭണ്ഡാരം അങ്ങനെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാര്യം കൃഷ്ണപ്രേമം വളരെ റെയറായിട്ടുള്ള സംഭവമാണ്. കൃഷ്ണൻ അങ്ങനെ ആർക്കും ആ പരിശുദ്ധ ഭക്തി, കൃഷ്ണപ്രേമം അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാറില്ല. അത് വളരെ സൂക്ഷിച്ച്, വളരെ അടുപ്പമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആളുകൾക്ക്, അത്രമാത്രം യോഗ്യത നേടിയിട്ടുള്ളവർക്ക് മാത്രമേ ആ ഭണ്ഡാരത്തിൽ നിന്ന് കുറച്ച് പ്രേമം എടുത്ത് കൃഷ്ണൻ കൊടുക്കാറുള്ളൂ. എന്നാൽ ചൈതന്യ മഹാപ്രഭുവും പഞ്ചതത്വവും അവരെല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്തു? ഈ ഭണ്ഡാരത്തെ പൊളിച്ചു. ശരിക്കും പറയുകയാണെങ്കിൽ തട്ടിയെടുത്ത് പൊളിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ആദ്യം അവരാസ്വദിക്കുന്നു, മറ്റുള്ളവർ കൊടുക്കുന്നു. ശ്രീല പ്രഭുപാദി ഭാവത്തിൽ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പ്രേമം അദ്ദേഹം എല്ലാവർക്കും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് യോഗ്യത ഉള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല. ആരാണോ കൃഷ്ണനെ ശരണം പ്രാപിച്ചിട്ടുള്ളത്, സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഭഗവാൻ അവിടെ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, എന്നെ ശരണം പ്രാപിക്കുന്നവരെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ പാപങ്ങളും അവരുടെ പോകുമെന്നൊക്കെ അല്ലേ? ആ ശ്ലോകം നമുക്കറിയാം. അപ്പോൾ കൃഷ്ണൻ ശരണം പ്രാപിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്നാൽ ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒരു കണ്ടീഷനുമില്ല. ചൈതന്യ മഹാപ്രഭുവിനും പാർഷദർക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു കണ്ടീഷനേ ഇല്ല. അവർ
അതുകൊണ്ടാണ് മഹാപ്രഭുവിന് മഹാവദന്യാവതാരം എന്ന് പറയുന്നത്. മഹാവദന്യ അവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭു, അതേപോലെ തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭുവും അവർ യോഗ്യതയൊന്നും നോക്കാതെ, ആർക്ക് യോഗ്യതയുണ്ടോ ഇല്ലെന്ന് നോക്കാതെ അവർ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുവാണ്. അപ്പോൾ ആദ്യം അവർ അതെടുക്കുന്നു, ആ ഭണ്ഡാരം പൊളിക്കുന്നു, കട്ടെടുത്ത് പൊളിക്കുന്നു, തട്ടിയെടുത്ത് പൊളിക്കുന്നു, എന്നിട്ടത് അവരാസ്വദിക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ശ്രീല ഗോസ്വാമിക്കും അതേപോലുള്ള മറ്റുള്ള പാർഷദർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് കൃഷ്ണനല്ലാതെ കൃഷ്ണപ്രേമം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാവം വ്യത്യാസമുണ്ട്. ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലായതുകൊണ്ട് കാരുണ്യ സ്വരൂപിണിയാണ് ശ്രീമതി രാധാറാണി. അപ്പോൾ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അത് എല്ലാവർക്കും ഫ്രീ ആയി എല്ലാവർക്കും വിതരണം ചെയ്യുന്നു കൃഷ്ണപ്രേമം. ശ്രീല ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്, മഹാവദന്യാണ് എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശ്ലോകം? നമോ മഹാവദന്യായ കൃഷ്ണപ്രേമൃതായത്, അതാണ് പ്രഭു. അതന്നെ, സംശയം എന്താ? നമോ മഹാവദന്യായ കൃഷ്ണപ്രേമൃതായത് കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമനെ ഗൗരവത്തിശേ നമഃ. കൃഷ്ണായ കൃഷ്ണ ചൈതന്യ, കൃഷ്ണ ചൈതന്യ കൃഷ്ണൻ തന്നെയാണ് അവിടെ പറയുന്നു. അതേപോലെ മഹാവദന്യാവതാരമായതുകൊണ്ട് കൃഷ്ണപ്രേമപ്രദായതിന് കൃഷ്ണപ്രേമം എല്ലാവർക്കും കൊടുക്കുന്നു. ആരാണത്? കൃഷ്ണൻ തന്നെയാണ്, എന്നുവെച്ചാൽ ശ്രീ കൃഷ്ണ ചൈതന്യമാണെന്ന് മാത്രം. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെ. പുന പുന പിയായ ഹയ മഹമത നാചേ കാന്തേ ഹസേ ഗയ യേചേ മദമത്ത. ഹരേ കൃഷ്ണ. പുന പുന പിയായ ഹയ മഹാമത്ത നാചേ കാന്തേ ഹസേ ഗയ യേചേ മദമത്ത. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭുവാദ് കി ജയ്. ശ്രീ പഞ്ചതത്വാംഗങ്ങൾ വീണ്ടും വീണ്ടും നൃത്തം ചെയ്തു. ഇപ്രകാരം കൃഷ്ണപ്രേമാമൃതം ആസ്വദിക്കുക എളുപ്പമാക്കി തീർത്തു. അവർ ഉന്മത്തന്മാരെ പോലെ നൃത്തം ചെയ്യുകയും കരയുകയും ചിരിക്കുകയും ജപിക്കുകയും ചെയ്തു. ഇപ്രകാരം അവർ ഭഗവത് പ്രേമം വിതരണം ചെയ്തു. സങ്കീർത്തനത്തിന്റെയും നൃത്തത്തിന്റെയും അർത്ഥം പൊതുവെ ജനങ്ങൾക്ക് മനസ്സിലാകാറില്ല. ശ്രീനിവാസാചാര്യൻ പ്രസ്താവിക്കുന്നു, കൃഷ്ണോത്കീർത്തന ഗാന കർത്തന പരവും. ചൈതന്യ മഹാപ്രഭുവും പാർഷദന്മാരും മാത്രമല്ല, അടുത്ത തലമുറയിലെ 6 ഗോസ്വാമിമാരും സങ്കീർത്തനവും നൃത്തവും പിന്തുടർന്നിരുന്നു. ഇപ്പോഴുള്ള കൃഷ്ണാവബോധ പ്രസ്ഥാനവും ഇതേ തത്വമാണ് പിന്തുടരുന്നത്. ആഗോളതലത്തിൽ നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നിരിക്കലും ഈ സങ്കീർത്തനവും നൃത്തവും ഭൗതിക ലോകത്തിൻ്റെതല്ലെന്ന് നാം അറിഞ്ഞിരിക്കണം. യഥാർത്ഥത്തിൽ ഇത് അതീന്ദ്രിയമായ പ്രവർത്തനമാണ്. ഒരുവൻ സങ്കീർത്തനത്തിലും നൃത്തത്തിലും എത്ര കണ്ട് വ്യാപൃതനാകുന്നുവോ അത്രത്തോളം ആ വ്യക്തിക്ക് അതീന്ദ്രിയ പ്രേമം ആസ്വദിക്കാനാകും. ഹരേ കൃഷ്ണ. പുന പുന പിയായേ ഹയ മഹാമത്ത. വീണ്ടും വീണ്ടും ഈ കൃഷ്ണപ്രേമം ആസ്വദിക്കുകയാണ്, കുടിക്കുകയാണ്. പിയായ കുടിക്കുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? മഹാമത്ത, മത്ത് പിടിക്കുന്നു. മത്ത് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മത്ത് പിടിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നു, ഉറക്കെ കരയുന്നു, ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ താഴെ കിടന്നുരുളുന്നു. അങ്ങനെ എങ്ങനെയാണ് ഒരു മദ്യം കഴിച്ച ആൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അത് ഈ ലോകത്തെ മദ്യം. എന്നാൽ കൃഷ്ണപ്രേമമാവുന്ന ആ ലഹരി അതീന്ദ്രിയ തരത്തിലുള്ള ലഹരിയാണ് കൃഷ്ണപ്രേമം. അല്ലാതെ ഇവിടെയുള്ള ഭൗതിക ലോകത്തിലെ മറ്റുള്ള സംഭവങ്ങളല്ല. അത് തലതിരിഞ്ഞ് അതും മത്തുമല്ല, അത് വിഷമാണ്. എന്നാൽ കൃഷ്ണപ്രേമം അമൃതാണ്. കൃഷ്ണപ്രേമമാവുന്ന അതീന്ദ്രിയ തരത്തിലുള്ള ലഹരി അങ്ങ് ശരിക്കും ആസ്വദിച്ച് അത് കുടിച്ച് മഹാമത്തരാവുന്നവർ അവർ ഡാൻസ് കളിക്കും, അതേപോലെ കരയും ചിരിക്കും ഒക്കെ ചെയ്യും. അതാണ് ആരുടെ അവസ്ഥ? പഞ്ചതത്വ ഇത് കാണിച്ചു. അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അവരത് കാണിച്ചു തന്നു എങ്ങനെയാണ് കൃഷ്ണപ്രേമം ആസ്വദിക്കുന്നതും എങ്ങനെയാണത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈത പ്രഭു, ശ്രീവാസ് ഠാക്കൂർ, അതേപോലെ ഗദാധർ പണ്ഡിറ്റ്, ശ്രീല ഹരിദാസ് ഠാക്കൂർ, മറ്റുള്ള
മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദരെല്ലാവരും തന്നെ ശ്രീവാസാങ്കണിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കീർത്തനവും ഡാൻസും. മഹാമത്ത് പിടിച്ച ആൾക്കാരെ പോലെ. അതാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ തുടങ്ങുന്നത്. അങ്ങനെയാണ് കൃഷ്ണപ്രേമം അവരാസ്വദിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നഗരസങ്കീർത്തനം ചെയ്യുന്നു. സങ്കീർത്തനത്തിലൂടെ എഗെയിൻ ഹരിനാമം കൊടുക്കുന്നു. എങ്ങനെയാണ് ഈയൊരു ഇതെല്ലാം ഈ കൃഷ്ണപ്രേമം ആസ്വദിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നു അവരൊക്കെ. അപ്പം ഇവർ വെറുതെ ഡാൻസ് കളിക്കുന്നതല്ല. നമുക്ക് സന്തോഷം വരുമ്പോഴാണ് നമ്മൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നത്, നമുക്ക് ഉറക്കെ ചിരിക്കാൻ തോന്നും, അല്ലേ? അത്രമാത്രം ആനന്ദം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതീന്ദ്രിയ തരത്തിലുള്ള ആനന്ദമാണ് നാമജപത്തിലൂടെയും സങ്കീർത്തനത്തിലൂടെയും കിട്ടുന്നത്. അപ്പോൾ ആ ശുദ്ധനാമം ആവുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ്. എന്നാൽ നമുക്കൊരു പക്ഷേ ആ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് ചൊല്ലുന്നതും അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതൊക്കെ. പക്ഷേ ആ എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങനെ ഒരു സംഭവം മെക്കാനിക്കലായിട്ടോ എൻ്റർടൈൻമെൻറ്റോ ഉള്ളൊരു ഫീലിങ്സ് അല്ല ഇവർക്ക്. പഞ്ചതത്വ ആവട്ടെ, ഷഡ്ഗോസ്വാമിമാരാവട്ടെ, അവരെല്ലാവരും കൃഷ്ണ പ്രേമത്തിന് മഹാമത്ത് പിടിച്ചിട്ടുള്ളവരാണ്, പരിശുദ്ധ ഭക്തരാണ്. അവരുടെ ഭാവം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ഇപ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ അതാണ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് പലപ്പോഴും ഡാൻസൊക്കെ കളിക്കുന്നത് ആർട്ടിഫിഷ്യലാണ് ബേസിക്കലി. അതിൽ ഏത് സിനിമ പാട്ട് വെച്ചാലും ഡാൻസ് കളിക്കുന്ന ആൾക്കാർ ഹരികൃഷ്ണ കീർത്തനം കേൾക്കുമ്പോഴും ഡാൻസ് കളിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. എന്നാൽ ഷഡ്ഗോസ്വാമിമാരും മറ്റുള്ള പഞ്ചതത്വവും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയല്ല. ഇവിടെ ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ഡാൻസ് കളിക്കുന്നതും കീർത്തനം ഉറക്കെ പാടുക, അതേപോലെ ഡാൻസ് കളിക്കുക, വാദ്യോപകരണങ്ങൾക്ക് ഉപയോഗിച്ച് കീർത്തനം ചൊല്ലി ഡാൻസൊക്കെ എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാവുന്നൊരു കാര്യമല്ല. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ പാർഷദരും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നു എന്താണെന്നുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ശ്രീനിവാസാചാര്യ ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്നത്, കൃഷ്ണോത്കീർത്തനഗാന നർത്തന പരോ പ്രേമാമൃതാബ്ദോ നിധി ധീര ധീര ജനപ്രിയ പ്രിയകരോ നിർമത്സരോ പൂജിതോ ശ്രീചൈതന്യാകൃപാ ഭുവി ഭവഹരോ ഭാരാവഹന്താരകോ വന്ദേ രൂപ സനാതനൗ രഘുയുഗൗ ശ്രീജീവഗോപാലകോ കൃഷ്ണോ ഉത്കീർത്തനഗാന നർത്തനപരോ. കൃഷ്ണ ഉത്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ കീർത്തനം. ഗാന നർത്തന പരവും, ഗാനമുണ്ട് നർത്തനമുണ്ട്. അങ്ങനെയാണ് ഷഡ്ഗോസ്വാമിമാർ അവർ ചെയ്തുകൊണ്ടിരുന്നത്. വൃന്ദാവനത്തിൽ അവർ ഓടി നടക്കുമായിരുന്നു കീർത്തനം ചൊല്ലിക്കൊണ്ട്. മത്തായി കൃഷ്ണപ്രേമത്തിൻ്റെ മത്ത് പിടിച്ചുകൊണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇവിടെ നമ്മുടെ ആചാര്യന്മാരെല്ലാവരും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ശീലപ്രഭുപാദി പറയുന്നു, നമ്മുടെ പ്രസ്ഥാനത്തിൽ, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലും ഇത് ഫോളോ ചെയ്തു വരുന്നു. ലോകത്തിലെ എല്ലാവരും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ ആളുകൾക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഇതെന്താ സംഭവം എന്നുള്ളത്. എന്നാൽ ഇത് അതീന്ദ്രിയ തലത്തിലുള്ളൊരു കാര്യമാണ്. വെറുതെ ഡാൻസ് കളിക്കുന്നത് മറ്റേ പൂരത്തിനും ഉത്സവത്തിനും മദ്യപിച്ച് ഡാൻസ് കളിക്കുന്ന സംഭവമല്ല. അത് മാത്രമേ ആളുകൾക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇത് കൃഷ്ണപ്രേമത്തിൻ്റെ മത്താണ്. അതെന്തായാലും അതീന്ദ്രിയ തരത്തിലുള്ളതാണ്, ഇവിടെയുള്ളതല്ല. അത് അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും ആ ഒരു ഭാവത്തിൽ ചെയ്യുന്നത് അത്രമാത്രം പ്യൂരിറ്റി വരുമ്പോഴാണ്. ഇല്ലെങ്കിൽ അതൊക്കെ ആർട്ടിഫിഷ്യലായിരിക്കും. എനിവേ, അതാണ് പ്രോസസ്സ് പറഞ്ഞു തരുന്നു. ഇവിടെ ശീലപ്രഭുപാദി അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാർത്തിക് മഹിമ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഈ ഒരു മാസം, അതായത് ഭഗവാന്റെ മുമ്പിൽ ആരാണോ കീർത്തനം ചൊല്ലുന്നത്, ആരാണോ ഡാൻസ് കളിക്കുന്നത്, അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത്, അല്ലേ? അങ്ങനെ ഒരു ശ്ലോകം നമ്മൾ വായിച്ചിരുന്നു. മാത്രമല്ല, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്. ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. കാര്യം
ഗോലോക വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. കീർത്തനങ്ങളും രാധാകൃഷ്ണ സ്തുതിയും അതേപോലെ തന്നെ കൂട്ടത്തിൽ ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. നികുഞ്ചങ്ങളിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ശ്ലോകം. പാത്ര പാത്ര വിചാര നഹി നാഹി സ്ഥാന സ്ഥാന യേ യാഹ പായ താഹ കരെ പ്രേമദാന. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭു. പാത്ര പാത്ര വിചാര നഹി നാഹി സ്ഥാന സ്ഥാന യയ്യൻഹ പായ തൻഹ കരേ പ്രേമദാന. വർത്തനം ഭാവാർത്ഥം വൈ ഹി ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും പാർഷദന്മാരും കൃഷ്ണപ്രേമം വിതരണം ചെയ്യുന്നതിൽ ഏതൊരുവൻ അത് സ്വീകരിക്കാൻ യോഗ്യനെന്നോ ഏതൊരുവൻ അയോഗ്യനെന്നോ പരിഗണിച്ചിരുന്നില്ല. ഏതൊരു സ്ഥലം അനുയോജ്യമെന്നോ ഏതൊന്ന് അല്ലയോ കരുതിയില്ല. അവർ യാതൊരു മുൻവിധികളും വച്ചിരുന്നില്ല. എവിടെയെല്ലാം അവസരം ലഭിച്ചുവോ അവിടെയെല്ലാം പഞ്ചതത്വാംഗങ്ങൾ കൃഷ്ണപ്രേമം വിതരണം ചെയ്തു. ഭാവാർത്ഥം. ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനെതിരായി ശബ്ദമുയർത്തുവാൻ ധൈര്യപ്പെടുന്ന ചില ദുഷ്ടന്മാരുണ്ട്. യൂറോപ്യന്മാരെയും അമേരിക്കക്കാരെയും ബ്രാഹ്മണരാക്കി അവർക്ക് സന്യാസം നൽകിയതിന് അവർ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നു. എന്നാൽ കൃഷ്ണപ്രേമ പ്രധാനത്തിൽ സ്വീകർത്താവ് യൂറോപ്യനെന്നോ അമേരിക്കനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പരിഗണിക്കേണ്ടതില്ലെന്ന ആധികാരിക പ്രസ്താവന ഇവിടെയുണ്ട്. എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം കൃഷ്ണാവബോധ പ്രസ്ഥാനം വ്യാപിക്കേണ്ടതാണ്. ഇപ്രകാരം വൈഷ്ണവരായി തീർന്നവരെ ബ്രാഹ്മണർ, ഹിന്ദുക്കൾ, ഭാരതീയർ എന്നിവരെക്കാൾ ശ്രേഷ്ഠരായി ഒരുവൻ സ്വീകരിക്കേണ്ടതാണ്. ഭൂമുഖത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും അവിടുത്തെ തിരുനാമം പ്രചരിക്കണമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ അതിനെ സർവാത്മന സ്വീകരിക്കുന്നവരെ വൈഷ്ണവരായും ബ്രാഹ്മണരായും സന്യാസിമാരുമായുമെല്ലാം നാം അംഗീകരിക്കേണ്ടതല്ലേ? അസൂയാലുക്കളായ ദുർമതികൾ ഉന്നയിക്കുന്ന ബുദ്ധിഹീനമായ വാദങ്ങൾ കൃഷ്ണാബോധ ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ടതില്ല. നാം പഞ്ചതത്വാംഗങ്ങളുടെ നിർദ്ദേശങ്ങളെ കർശനമായി പിന്തുടരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാത്ര അപാത്ര വിചാര നഹി. പാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ യോഗ്യതയുള്ളവർ, അല്ലെങ്കിൽ ആരാണോ സ്വീകരിക്കുന്നത്, അതായത് സ്വീകരിക്കുന്ന വ്യക്തി. അപാത്ര, അതായത് ആരാണോ യോഗ്യതയുള്ളത്, ആരാണ് അയോഗ്യരായിട്ടുള്ളവർ, യോഗ്യരും അയോഗ്യരും. പാത്ര അപാത്ര വിചാര നഹി, അതൊന്നും നോക്കുന്നേ ഇല്ല. ആർക്ക് യോഗ്യതയുണ്ടോ. നാഹി സ്ഥാന ആസ്ഥാന, അതായത് സ്ഥാനം. നാഹി എന്ന് പറഞ്ഞാൽ ഇല്ല. എന്ത്? സ്ഥാനം നോക്കുന്നില്ല. അതായത് നല്ല സ്ഥലമാണോ, നല്ല സ്ഥലത്ത് വെച്ചിട്ടാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല സ്ഥാനത്താണോ ഇത് കൊടുക്കുന്നത്, എന്ത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ അത് സ്ഥാനവും കാലവും ഒക്കെ നോക്കണം അല്ലേ? ഇവിടെ അതൊന്നുമില്ല. ആസ്ഥാന, നല്ല സ്ഥലമാണോ ചീത്ത സ്ഥലമാണോ അതൊന്നും നോക്കാതെ യാഹപായ, എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും താഹ കരെ പ്രേമദാന, അവിടെ എല്ലാം സ്ഥാനവും നോക്കിയിട്ടില്ല, സ്ഥലവും നോക്കുന്നില്ല, യോഗ്യതയെ നോക്കുന്നില്ല, ഒരു കൺസിഡറേഷനും ഇല്ല. എല്ലായിടത്തും അവർ ഓടി നടന്ന് പ്രേമദാനം, കൃഷ്ണപ്രേമത്തെ ദാനം ചെയ്യുകയായിരുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ പാർഷദരും. പഞ്ചതത്വത്തെക്കുറിച്ചാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. അപ്പോൾ പഞ്ചതത്വ, അത് കഴിഞ്ഞ് പിന്നെ ഷഡ്ഗോസ്വാമിമാർ, അതിനുശേഷം പിന്നെ ശ്രീനിവാസാചാര്യ, നരോത്തമദാസ് ഠാക്കൂർ, ശ്യാമാനന്ദ പ്രഭു, അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ ആചാര്യന്മാരും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ പ്രസ്ഥാനം, കൃഷ്ണാവബോധം, കൃഷ്ണപ്രേമം ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനമാണ് ശരിക്കും ഇത്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഹരേകൃഷ്ണ പ്രസ്ഥാനം മഹാപ്രഭുവാണ് അതിൻ്റെ ബോസ്. ചൈതന്യ മഹാപ്രഭുവാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ഒരു നാമവും മഹാപ്രഭുവിൻ്റെ മഹാത്മ്യവും അദ്ദേഹം തന്നിട്ടുള്ള ആ ദാനം ഏറ്റവും വലിയ ചാരിറ്റിയാണ്. എന്ത്? കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തേക്കും എത്തിക്കുക എന്ന് പറയുന്നത് മഹാപ്രഭു തന്നെ ആഗ്രഹിച്ചിരുന്നു. നഗരാദി ഗ്രാമ സർവത്ര പ്രചാരമായി, പൃഥ്വി മുഴുവനും എല്ലാ ഗ്രാമങ്ങളിലും സർവത്ര പ്രചാരമായി ഈ മോറ നാം,
എൻ്റെ നാം, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചെന്ന് ഉദ്ദേശിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം പുറകിൽ വരുന്നു. കൃഷ്ണപ്രേമം, ഹരേ കൃഷ്ണ, മന്ത്രം, മഹാമന്ത്രം, അതേപോലെ വൈഷ്ണവ സദാചാരം എല്ലാം വരുന്നു. ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, പഞ്ചതത്വ, ഷഡ്ഗോസ്വാമിമാർ, അദ്ദേഹത്തിൻ്റെ പാർഷദരെല്ലാം അതിന് തുടർച്ചയായിട്ട് വരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെയാണ് ഈ പ്രസ്ഥാനം. അത് എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശീലപ്രഭുപാദും ഇനി ഇപ്പോഴുള്ള ആചാര്യന്മാരും ഗുരുജനങ്ങളും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും. അത് തന്നെയാണ് എല്ലാവരിലേക്കും ഇത് മാക്സിമം എത്തിക്കുക എന്നുള്ളത്. കാര്യം കൃഷ്ണൻ്റെ ആഗ്രഹമാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹമാണ് എല്ലാവരും ശുദ്ധഭക്തരായി കാണണം എന്നുള്ളത്. ശുദ്ധഭക്തരായി എല്ലാവരും ആധ്യാത്മിക ലോകത്തിലേക്ക് പോകണമെന്ന് അവരാഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ കൃഷ്ണൻ വീണ്ടും മഹാപ്രഭുവായിട്ട് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് ആദ്യം നമ്മൾ ആസ്വദിക്കുക, നമ്മൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത അതാണ്. ആനന്ദാംബുതി വർധനം, പ്രതിപദം ആനന്ദാംബുതി വർധനമാണ്. ഇവിടെ ബോറിംഗ് ഇല്ല, വിഷമമാവുന്നില്ല, അല്ലെങ്കിൽ ബോറടിക്കുന്നൊരു സംഭവമേ ഇല്ല. ആനന്ദാംബുതി വർധനം, പ്രതിപദം, പൂർണ്ണാമൃത ആസ്വാദനം. അതാണ് കൃഷ്ണഭക്തി, അല്ലെങ്കിൽ ഹരിനാമമാവട്ടെ, നാമസങ്കീർത്തനമാവട്ടെ, അതേപോലെ തന്നെ ഭാഗവതമാവട്ടെ, ചൈതന്യ ചരിതാമൃതമാവട്ടെ, ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആനന്ദാംബുതി വർധനം. അത് കൂടിക്കൊണ്ടേ വരും, ആനന്ദം കൂടുകയുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അത് എന്തോ പോലെ ബോറടിക്കുന്ന സംഭവമല്ല, ഡ്രൈ ആയിട്ടുള്ളൊരു സംഭവമല്ല. വളരെ വളരെ എന്താ പറയുക, വളരെ വളരെ സ്വീറ്റാണ് ഈ പ്രോസസ്സ്. അതേ കൂട്ടത്തിൽ അതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. കാര്യം നമ്മൾ ആ ഒരു സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ആ മാധുര്യം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നത്, നല്ല സ്വാദാണ് അല്ലേ. നമ്മൾ നല്ലൊരു മാമ്പഴം ഏതെങ്കിലും അൽഫോൺസോ ഏതെങ്കിലും കഴിക്കുമ്പോൾ പറയും, കഴിച്ചതിന് ശേഷം നമ്മൾ പറയും നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ്, നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറയും പോലെ ഒരാൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കോൺഫിഡൻസോടു കൂടി പറയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മാമ്പഴം കഴിച്ചിട്ടില്ല, നല്ല മാമ്പഴമാണ്, എന്നാൽ അൽഫോൺസോ മാമ്പഴത്തെക്കുറിച്ച് കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ ഒരുപാട് വലിയൊരു ആർട്ടിക്കിൾ തന്നെ കിട്ടി അൽഫോൺസോ മാമ്പഴത്തിൻ്റെ പ്രത്യേകത. അതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? കുറച്ചൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കി വെക്കും, തിയറി. പക്ഷേ അത് നമ്മൾ ആസ്വദിക്കാത്തോടത്തോളം കാലം അത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവില്ല. അൽഫോൺസോ നല്ല മധുരമാണുള്ളത്, അത് സാധാരണ മധുരമല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള മധുരമാണ്. എന്താണ് ഈ മധുരം, എന്താണ് സ്പെഷ്യൽ? അത് കഴിച്ചാലല്ലേ അറിയുള്ളൂ. അതേപോലെ കൃഷ്ണപ്രേമം അങ്ങനെയാണ്. അത് ആദ്യം സ്വീകരിച്ച് അത് ആസ്വദിച്ച് തുടങ്ങുമ്പോൾ പിന്നെ കൊടുക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ശാസ്ത്രങ്ങൾ പറയുന്നു അതുകൊണ്ട് സ്വീകരിച്ചോളൂ എന്ന് പറയാം, അത് കുഴപ്പമില്ല. എന്നാലും അവിടെ ആസ്വദിച്ചിട്ട് അത് സ്വീകരിച്ചിട്ട് അത് കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതായത് ആദ്യം നമ്മൾ ഫോളോ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. പരോപകാരം ചെയ്യണം തീർച്ചയായിട്ടും, എന്നാൽ ആദ്യം പരോപകാരം അവനവനോട് ചെയ്യണം. അവനവനോട് ചെയ്തിട്ട് പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ജന്മസാർത്ഥകരെ പരോപകാരം അങ്ങനെ പറയുന്നത്. ആദ്യം നമ്മുടെ ജന്മസാർത്ഥകം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ജന്മങ്ങൾ എടുക്കുമെന്ന് അറിയില്ല. ഞാനെല്ലാം പെർഫെക്റ്റായി എല്ലാം മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അത് എവിടെയും പറയുന്നില്ല. നമ്മുടെ എത്രമാത്രം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് സ്വീകരിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് തുടങ്ങുക, പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് പറയുന്നത് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സെല്ലാം ഈ പ്രക്രിയകളെല്ലാം പഞ്ചതത്വമാണ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഷഡ്ഗോസ്വാമിമാരും
മറ്റുള്ള ആചാര്യ പരമ്പരയെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, ഇൻക്ലൂഡിങ് ശീല പ്രഭുപാദ്. അതാണ് ഇവിടെ പറയുന്നത്. ലൂട്ടിയ ഖായിയ ദിയ ഭണ്ഡാര ഉജാട ഭാണ്ഡാര ഉജാടെ ആശ്ചര്യ ഭാണ്ഡാര പ്രേമ ശതഗുണ ബാടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ലൂഡിയ ഖായയ ദിയ ഭണ്ഡാര ഉജാടെ ആശ്ചര്യ ഭണ്ഡാര പ്രേമ ശതഗുണ ബാടെ. വിവർത്തനം ഭാവാർത്ഥം. മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പഞ്ചതത്വാംഗങ്ങൾ കൃഷ്ണപ്രേമത്തിന്റെ കലവറ കൊള്ളയടിക്കുകയും അതിലുള്ളത് ഭുജിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തുവെങ്കിലും അവിടെ യാതൊരു ക്ഷാമവും സംഭവിച്ചില്ല. എന്തെന്നാൽ വിതരണം ചെയ്യുന്തോറും 100 മടങ്ങ് വർധനമാകുമാറ് അത്യന്തം പൂർണ്ണമാണ് അത്ഭുതകരമായ ഈ പ്രേമത്തിന്റെ കലവറ. ഭാവാർത്ഥം. ഒരിക്കൽ ഒരു കപട കൃഷ്ണാവതാരം തന്റെ ശിഷ്യനോട് പറയുകയുണ്ടായി, എല്ലാ ജ്ഞാനവും നിനക്ക് നൽകിയതാൽ താൻ ആത്മീയമായി പാപ്പരായെന്ന്. ഇത്തരം വഞ്ചകർ തങ്ങളുടെ വാചകങ്ങളാൽ സമൂഹത്തെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ആത്മീയ ബോധമാകട്ടെ കൊടുക്കും തോറും വർദ്ധമാനമാകുമാറ് പരിപൂർണമാണ്. ഇല്ലായ്മ എന്നത് ഭൗതിക ലോകത്തെ സംബന്ധിച്ച ഒരു പദമാണ്. എന്നാൽ ആത്മീയ ലോകത്തെ ഭഗവത് പ്രേമ ഭണ്ഡാരത്തിൽ കുറവ് വരുത്താനാവില്ല. പല കോടിക്കണക്കിന് ജീവസത്തകൾക്ക് കൃഷ്ണൻ ജീവസന്ധാരണം നൽകുന്നു. ഈ അസംഖ്യം ജീവസത്തകൾ ഭഗവത് പ്രേമം ആവശ്യപ്പെട്ടാലും യാതൊരു ക്ഷാമവും ഉണ്ടാവുകയില്ല. നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനവും ഏക വ്യക്തിയാലാണ് ആരംഭിക്കപ്പെട്ടത്. അക്കാലത്ത് നമുക്ക് ആരും ഉപജീവന മാർഗം നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നാം ലോകമാകമാനം ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കുകയും പ്രസ്ഥാനം കൂടുതൽ വികസിച്ചു വരികയും ചെയ്യുന്നു. ക്ഷാമം എന്ന ചിന്തയ്ക്ക് തന്നെ പ്രസക്തിയില്ല. അസൂയാലുക്കൾ വിദ്വേഷം പ്രകടിപ്പിക്കുമെങ്കിലും നാം നമ്മുടെ നിഷ്ഠാപാലനത്തിലൂടെ പഞ്ചതത്വത്തിന്റെ കാലടികളെ പിന്തുടരുകയാണെങ്കിൽ കപട സ്വാമികൾക്കോ സന്യാസികൾക്കോ തത്വജ്ഞാനികൾക്കോ മതവാദികൾക്കോ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കോ തടയുവാനാകാതെ ഈ പ്രസ്ഥാനം മുന്നോട്ടു പോവുക തന്നെ ചെയ്യും. അതിനാൽ കൃഷ്ണാബോധ പ്രചാരകർ ഇത്തരം വിഡ്ഢികളെയും തെമ്മാടികളെയും ഭയപ്പെടേണ്ടതില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ലൂട്ടിയ ഖായിയ ദിയ ഭണ്ഡാര ഉജാടെ. ലൂട്ടിയ അതായത് കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം ആരാണ് കട്ടെടുക്കുന്നത്, കവർന്നെടുക്കുന്നത്? പഞ്ചതത്വം. കയ്യ അത് എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് കഴിക്കുന്നു. അവർ കഴിക്കുന്നുണ്ട്, കൂട്ടത്തിൽ ദിയ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഉജാടെ എന്നാൽ അത് ഉജാടെ എന്ന് പറഞ്ഞാൽ അത് കാലിയാവുന്നുണ്ടോ? കാലിയാവുന്നില്ല. അക്ഷയപാത്രം പോലെയാണ് കൃഷ്ണപ്രേമത്തിൻ്റെ ഭണ്ഡാരം. കൃഷ്ണപ്രേമത്തിൻ്റെ കലവറ എന്ന് പറയുന്നത് അത് അക്ഷയപാത്രമാണ്. ഒരിക്കലും അത് കുറയില്ല. എത്രമാത്രം എടുക്കുന്നു അത്ര അതിൻ്റെ 100 ഇരട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് കൃഷ്ണപ്രേമം. ഈ ലോകത്തെ സാധനങ്ങൾ പോലെയല്ല അല്ലേ? പൈസയാണെങ്കിലും വേറെ എന്താണെങ്കിലും 100 രൂപയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ രൂപ എടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. കൃഷ്ണപ്രേമം അങ്ങനെയല്ല. അതായത് 100 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 10 എടുത്താൽ 100 ഇരട്ടി വീണ്ടും അതിൽ വരുന്നു. അങ്ങനെയാണ്. സോ വേറെ കാൽക്കുലേഷനാണ്. ഇവിടുത്തെ മാത്തമാറ്റിക്സ് അല്ല ഇതിൻ്റെ കാൽക്കുലേഷൻ. അവിടെ ഇത് ആധ്യാത്മിക ലോകത്തിലെ കാൽക്കുലേഷനാണ്. അപ്പോൾ കൃഷ്ണപ്രേമം പഞ്ചതത്വം അവർ ആസ്വദിക്കുന്നു, അവർ മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു കൊടുക്കുന്നു. കൂട്ടത്തിൽ ആ ഭണ്ഡാരം അല്ലെങ്കിൽ ആ കലവറയിലുള്ള കൃഷ്ണപ്രേമത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ശീലപ്രഭുപാദ് ഇവിടെ ഉദാഹരണം പറയുന്നു. പണ്ടെപ്പോഴോ ഒരു കൃഷ്ണൻ്റെ അവതാരം എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാൻ കൂടുതൽ എൻ്റെ ഡിസൈപ്പിൾസിന് ശിഷ്യർക്ക് ആത്മീയജ്ഞാനം പറഞ്ഞു തരുന്നു കഴിഞ്ഞാൽ എൻ്റെ സ്പിരിച്വൽ ക്രെഡിറ്റ്സ് കുറയുമെന്നുള്ളത്. കാര്യം എനിക്കൊരു ക്രെഡിറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് തരുന്നത്. അപ്പോൾ തരുമ്പോൾ എന്നിൽ നിന്ന് കുറഞ്ഞു വരുമെന്നുള്ളത്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമില്ല. ആധ്യാത്മിക കാര്യങ്ങൾക്ക് അങ്ങനെയല്ല. കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മുടെ അക്കൗണ്ട് കൂടുക ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൂടുക ചെയ്യുന്നത്. അതാണ് കാൽക്കുലേഷൻ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. ഇവിടുത്തെ കലവറകളിൽ അങ്ങനെയല്ല. ഈ ഭൗതിക ലോകത്തിലെ കലവറയിൽ എടുക്കുന്നു, അതുകൊണ്ട് അതനുസരിച്ച് കുറഞ്ഞു വരും. അതെ, അതാണ് വ്യത്യാസം. പിന്നെ പ്രഭുപാദിൻ്റെ ഹൃദയം തുറക്കുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നു, ഈ കൃഷ്ണാവബോധം ഹരേകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, തനിയെ തുടങ്ങിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഉണ്ടായിരുന്നത്? ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എത്രയോ കഷ്ടപ്പെട്ട് ഒരുപാട് മാസങ്ങൾ ആ മൊറാർജി ഫാമിലിയുമായിട്ട്, ആ മാതാജിയായിട്ട്
റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ എത്ര കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകാൻ, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള, US പോകാൻ വേണ്ടിയിട്ടൊരു ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഇത് ഒന്നുമില്ല, 40 രൂപയും വെച്ച് അദ്ദേഹം എവിടെ പോകാനാണ്? പിന്നെ അവിടെ പോയി ആരെയും അറിയൂല. ആകെ ഉള്ളത് ഭാഗവതമുണ്ട്, ഹരിനാമമുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഭാഗവതം മീൻസ് വെരി പവർഫുൾ. നാമവും പിന്നെ പറയേണ്ട ആവശ്യമില്ല. നാമമുണ്ട്, പവർഫുള്ളായിട്ടുള്ള ഭാഗവതമുണ്ട്, ആചാര്യന്മാരും കൂടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുവുണ്ട്, കൃഷ്ണനും കൂടെയുണ്ട്. ആ ബലത്തിലാണ് പോകുന്നത്. ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ശ്രീലപ്രഭുപാദിനിൽ എന്തുണ്ടായിരുന്നു? വയസ്സ് ഇല്ല, 70 വയസ്സ് ആയി. 70 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗൻ്റാണ് നമ്മുടെ ലൈഫിലെ. ഫ്ലാഗൻ്റ് അവസാനമായി. ഇനി അത് അധികം കാലവും ഇല്ല 70 എന്നൊക്കെ പറയുമ്പോൾ. വയസ്സുണ്ടോ? ഇല്ല. ചെറുപ്പമല്ല. പൈസയുണ്ടോ? അതില്ല. ആരെങ്കിലും കൂടെ സഹായിക്കാനുണ്ടോ? ആരുമില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്തായിരുന്നു? ഹരിനാമത്തിലുള്ള വിശ്വാസം. അദ്ദേഹം അത് പറയുന്നുണ്ട്. ജലദൂത പ്രേയസിൽ അദ്ദേഹം അത് പോയത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും അറിയില്ല, ഐ ആം 0, വട്ടപൂജയാണ് ഞാൻ, പക്ഷേ എനിക്ക് 100% വിശ്വാസമുണ്ട് അങ്ങയുടെ നാമത്തിൽ എന്ന് പ്രഭുപാദ് പറയുന്നു. അതാണ് എൻ്റെ ശക്തി. പ്രഭുപാദിൻ്റെ കൂടെ നാമം ഉണ്ടായിരുന്നു. നാമത്തിലുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്, ഗുരുവിൻ്റെ ആജ്ഞയുണ്ട്, ഗുരുവിൻ്റെ കാരുണ്യമുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ പാർഷദരുടെയും ഷഡ്ഗോസ്വാമിമാരുടെയൊക്കെ അനുഗ്രഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതം കൂടെയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഈ ലോകത്തെ ഒന്നും ഇല്ലെങ്കിലും, അതായത് നമ്മൾ ഭൗതിക തലത്തിൽ പാപ്പരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആത്മീയ തലത്തിൽ ഭൗതിക തലത്തിൽ പാപ്പരായതുകൊണ്ട് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ആക്ച്വലി ഒരു ബന്ധവുമില്ല അത് രണ്ടും തമ്മിൽ. ആത്മീയ തലത്തിലുള്ള കാര്യങ്ങൾ വേറെയാണ്, വേറെ ലെവലാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടും, എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും, എന്തൊക്കെ സ്വരൂപിച്ചിട്ടും, ഉണ്ടാക്കി വെച്ചിട്ടും, സേവ് ചെയ്ത് വെച്ചിട്ടും ഒന്നും കാര്യമില്ല. സ്വരൂപിക്കേണ്ടത് എന്താണ്? നാമമാണ്. സ്വരൂപിക്കേണ്ടത് ഭക്തിയുത സേവനങ്ങളാണ്, സ്പിരിച്വൽ ക്രെഡിറ്റ്സ് ആണ്. വിചാര്യാണി വിചയാണി വിചിന്ത്യാനി പുനഃ പുനഃ. ഒരു ശ്ലോകമുണ്ട്, രൂപഗോസ്വാമി പറയുന്നു. അവിടെ പറയുന്നു, എങ്ങനെയാണ് ഒരു പിശുക്കൻ എന്താ ചെയ്യുന്നത്? പൈസ കിട്ടുമ്പോൾ കിട്ടുന്ന പൈസ വീണ്ടും വീണ്ടും പൈസ അവർ കളക്ട് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു, വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു വെക്കുന്നു. മാത്രമല്ല അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എണ്ണുന്നു. കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? പാപ്പരുടെ ലക്ഷണങ്ങളാണെന്നല്ല, ഈ പിശുക്കരുടെ ലക്ഷണങ്ങളാണ്. അതേപോലെ ശ്രീലറൂപ ഗോസ്വാമി പറയുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? കളക്ട് ചെയ്യുക, നാമം നമ്മൾ കളക്ട് ചെയ്യുക, ഉണ്ടാക്കുക, അല്ലെങ്കിൽ ശേഖരിക്കുക, അത് എണ്ണുക, ചിട്ടപ്പെടുത്തുക, ഇടയ്ക്കിടയ്ക്ക് എണ്ണിക്കൊണ്ടിരിക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക, കൂട്ടത്തിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുക. അതിനെ മാത്രമല്ല, കൃപണൻ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഈ പറഞ്ഞ പിശുക്കൻ എന്താ ചെയ്യുക? അത് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു, അത് എണ്ണിക്കൊണ്ടിരിക്കുന്നു, പിന്നെ എണ്ണാത്ത സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലേ? എണ്ണാത്ത സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ചായിരിക്കും മുഴുവനും ചിന്ത. എന്തായിരിക്കും? അതുകൊണ്ട് ഇടയ്ക്ക് പോയി നോക്കുന്നു, എണ്ണി നോക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് വേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിന്ത എന്താണ്? അതിനെക്കുറിച്ചാണ്. അതേപോലെ ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പം നമുക്ക് കളക്ട് ചെയ്യേണ്ടത് ഹരിനാമവും, നമ്മൾ കളക്ട് ചെയ്യേണ്ടത് സ്പിരിച്വൽ ക്രെഡിറ്റാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിന് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. അതിൻ്റെ ഭണ്ഡാരം ഭഗവാൻ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. അതിലേക്കൊന്ന് ഇറങ്ങിയാൽ മാത്രം മതി. വേറെ ഒന്നുമില്ലെങ്കിലും ബാക്കിയൊന്നിനും പ്രസക്തിയില്ല. ഇന്നത്തെ ഈ ഒരു ലോകത്തെ ഒന്നിനും പ്രസക്തിയില്ല. ശ്രീലപ്രഭാത് പറയുന്നത് അങ്ങനെ ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്. അദ്ദേഹം വളരെ വിനയത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയാണെങ്കിൽ അദ്ദേഹം അവിടെ ഒരിക്കലും വിചാരിക്കരുത് ഇന്ന് നമുക്ക് ഒരുപാട് ഡോളേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ അഹങ്കരിച്ചിട്ടല്ല പറയുന്നത് പ്രഭുപാദ് പറയുന്നത് ഇതെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് കൃഷ്ണനാണ്. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അതും ആത്മാർത്ഥയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ നേരിട്ട് നോക്കും ആ കാര്യം. അതിലൊരു മനുഷ്യനും അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. അതായത് മനുഷ്യർ ഓരോ ആളുകൾ വരും നിമിത്തമായിട്ട്, പക്ഷേ അതിൻ്റെ പുറകിലുള്ള ആരുടെ കയ്യിലാണ് കയറിയിരിക്കുന്നത്? ഭഗവാന്റെ കയ്യിലാണ്. കാര്യം അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടായിരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നോ ലോകത്തിലെ ഏറ്റവും വലിയ സ്വാമിയാവണമെന്നോ എന്ന് വിചാരിച്ചിട്ടല്ല. ഒന്നും അങ്ങനൊരു ലവലേശം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലില്ല. ശുദ്ധ ഭക്തൻ എന്തുണ്ടാവും? ന ധനം ന ജനം ന സുന്ദരിം കവിതാംബ ജഗദീശ കാമയെ. ഇതാണ് ഹൃദയം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാണ്. ഭഗവാനെ അങ്ങേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഐ ആം ഡൂയിങ് ദിസ് ഫോർ യു. സംസിദ്ധിർ ഹരിതോഷണം. ഗുരു അങ്ങ്, നിങ്ങൾ രണ്ടുപേരും. ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ്. അപ്പോൾ എല്ലാം നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എനിക്കൊന്നും അറിയില്ല. എന്താണ് ചെയ്യേണ്ടത്, എന്നെക്കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നത് അത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. ഞാനൊരു ബൊമ്മയെ പോലെ, ഒരു പാവയെ പോലെ നിന്ന് തരാം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതും, അത് ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം നിൽക്കുന്നു. അത്രമാത്രം ശരണാഗതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം മാജിക് പോലെ സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ ഒന്നിനും ക്ഷാമമില്ല. ഇപ്പോൾ ഹരേകൃഷ്ണ പ്രസ്ഥാനം നോക്കിക്കഴിഞ്ഞാലും എല്ലാ ലോകത്തെ എമ്പാടുമുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. ഒരുപാട് വലിയ അമ്പലങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ഫുഡ്, ഈവൻ പ്രസാദം തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിനും ക്ഷാമമില്ല. തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഭൗതിക തലത്തിൽ നോക്കുമ്പോഴും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയുമ്പോൾ ഭൗതിക തലത്തിലുള്ള അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള പൈസയുണ്ട്, എന്നാൽ തുടങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പൈസയെല്ലാം ഭഗവാന്റെ സേവനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭണ്ഡാരം കൂടി വരുന്നു. അത് നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു വരും, ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കുമ്പോൾ അത് കൂടി വരും. അതാണ് സംഭവിക്കുന്നത്. പഞ്ചതത്വ ആണ് ഇത്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം തുടക്കമിടുന്നത്. ശ്രീല പ്രഭുപാദ് പറയുന്നു, നമ്മൾ ഫോളോ ചെയ്യുന്നത് പഞ്ചതത്വയാണ്. അവരാണിത് കാണിച്ചു തന്നിട്ടുള്ളത്, ഈ വഴി കാണിച്ചു തന്നിട്ടുള്ളൂ. ചൈതന്യ മഹാപ്രഭുവും പാർഷദരും ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് നോക്കുന്നു. അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല. അവരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ഡയറക്ഷൻ പ്രകാരം അവരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. പ്രഭുപാദ് അതാണ് പ്രഭുപാദിൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു ഭാവം. ഞാൻ വെറും ഒരു ഉപകരണം മാത്രം. അതാണ് പ്രഭുപാദ്ജിയുടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം പറയുന്നത്. ഓക്കെ, 25. ഉച്ഛൈല പ്രേമവന്യ ചൗതികെ വേദായ സ്ത്രീ വൃദ്ധ ബാലക യുവ സബാരെ ഡുബായ. ഹരേ കൃഷ്ണ പ്രഭു. ഉച്ചലീല പ്രേമവന്യ ചൗതികെ വേടായ സ്ത്രീവൃദ്ധ ബാലക യുവ സബാരെ ഡുബായ. വർത്തനം ഭാരതം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത് പ്രേമത്തിന്റെ പ്രളയം എല്ലാ ദിശകളിലും വ്യാപിച്ചു. യുവാക്കളും വൃദ്ധജനങ്ങളും സ്ത്രീകളും കുട്ടികളും എല്ലാം ഈ പ്രളയത്തിൽ നിമഗ്നരായി. ഭാവാർത്ഥം: ഭഗവത് പ്രേമ ഭണ്ഡാരത്തിൽ ഉള്ളതെല്ലാം ഇவ்விதം വിതരണം ചെയ്യപ്പെടുമ്പോൾ അത് ദേശത്തെ മുഴുവൻ ശക്തമായ പ്രളയത്തിൽ ആഴ്ത്തുന്നു. ശ്രീ മായാപൂർ ധാമത്തിൽ ചിലപ്പോൾ മഴക്കാലത്തിന് ശേഷം വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. മഹാപ്രഭുവിന്റെ ജന്മദേശത്തു നിന്നും ഭഗവത് പ്രേമത്തിന്റെ പ്രളയം ലോകമെമ്പാടും വ്യാപിക്കണമെന്നതിന്റെ ഒരു സൂചനയാണിത്. ഈ പ്രേമപ്രളയം വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും എല്ലാവരെയും സഹായിക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും ഭഗവത് പ്രേമം എന്ന വിഷയത്തിലേക്ക് തൽപരരാക്കുവാനും തദ്വാര ലോകത്തെ മുഴുവൻ പ്രേമ പ്രളയത്തിൽ ആഴ്ത്തുവാനും ശക്തിയുള്ളതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണാബോധ പ്രസ്ഥാനം. ഹരേ കൃഷ്ണ. കൃഷ്ണപ്രേമം ഇങ്ങനെ ഫ്ലഡ് പോലെയായിരുന്നു. അതായത് കവിഞ്ഞു ഒഴുകുവാണ്. ഇത് നദിയെല്ലാം കവിഞ്ഞൊഴുകില്ലേ വെള്ളപ്പൊക്കം വരുമ്പോൾ, അതേപോലെയാണ് പ്രേമവന്യ. അപ്പോൾ ആ കര കവിഞ്ഞ് ഒഴുകുന്നു, അത്രമാത്രമുണ്ട്. കൃഷ്ണപ്രേമത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും, എല്ലാ ദിശകളിലും ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും, അത് എല്ലാ ആളുകളിലും. അതിൽ ചെറുപ്പക്കാരും പ്രായമായിട്ടുള്ളവരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഈ പ്രേമമാവുന്ന ആ ഒരു സാഗരത്തിൽ അങ്ങനെ നീന്തി കളിക്കുന്നു, നീന്തുന്നു. അതാണ് പറയുന്നത്.
കൃഷ്ണപ്രേമത്തിൻ്റെ. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതിൻ്റെ എല്ലാം തുടക്കം ശ്രീധാം മായാപൂർ, ശ്രീധാം നവദ്വീപ് ധാമിൽ വെച്ച് അല്ലെങ്കിൽ മായപ്പൂർ ധാമിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കാര്യം മഹാപ്രഭു അവിടെയാണ് വരുന്നത്, അവതരിക്കുന്നത്. പിന്നെ അവിടെയാണ് അദ്ദേഹം ആദ്യം സങ്കീർത്തനം ചെയ്യുന്നത്. സങ്കീർത്തന പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം അവിടെയാണ് ശരിക്കും. അവിടെ നിന്നാണ് പിന്നെ ഇത് ലോകമെമ്പാടും ഇന്ന് ഉള്ളത്. ഇപ്പോൾ ശില പ്രഭുപാദ് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് നല്ലൊരു പോയിൻ്റ് അവസാനം പറയുന്നത് എന്താണ്? ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം, അദ്ദേഹം പറയുന്നത് ഈ ഹരേ കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. എൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നല്ല പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഈ ഒരുപാട് ശക്തിയുണ്ട്. ലോകമെമ്പാടും ലോകം മുഴുവനും കൃഷ്ണപ്രേമം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശക്തിയുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനമായതുകൊണ്ട്. അപ്പം അദ്ദേഹം ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഇതാണ് ഒരു ശുദ്ധ ആചാര്യൻ, ശുദ്ധഭക്തൻ. അതുകൊണ്ടാണ് അദ്ദേഹം ജഗദ്ഗുരു എന്ന് പറയുമ്പോൾ പ്രഭുപാദ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വ്യാസപൂജ സമയത്ത് മായപ്പൂരിൽ വെച്ച് തന്നെ നടക്കുന്നതാണ്. മായപ്പൂരിൽ ഒരു വ്യാസപൂജയ്ക്ക് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെല്ലാം ഒരുപാട് അദ്ദേഹത്തിനെ സേവിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാമെല്ലാം നടന്നു. എല്ലാം കഴിഞ്ഞ് പ്രഭുപാദ് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനോട് പറയുവാണ്, വ്യാസാസനത്തിൽ നിന്ന് പറയുവാണ് അദ്ദേഹം, ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഒരു യോഗ്യതയുമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഗുരുവാവാൻ വേണ്ടി എനിക്കൊരു യോഗ്യതയുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെക്കാളും ഒരുപാട് ഉയർന്ന തലത്തിലാണുള്ളത്. എൻ്റെ ഗുരു മഹാരാജ് ശീല സരസ്വതി ഠാക്കൂർ ഭക്തി സിദ്ധാന്ത പ്രഭുപാദ്, അദ്ദേഹമാണ് എല്ലാവരെയും പറഞ്ഞയച്ചിട്ടുള്ളത് എൻ്റെ അടുത്തേക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞയച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരുപാട് യോഗ്യതയുള്ളവരാണ്. എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭുപാദിന് പിന്നെ അദ്ദേഹത്തിനും സംസാരിക്കാൻ പറ്റാതെയായി. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമമല്ല, അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറി അവിടെ നിർത്തി അദ്ദേഹം. പിന്നെ പറഞ്ഞില്ല കൂടുതൽ, ഒന്നും പറഞ്ഞില്ല. പിന്നെ കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യമാണത്. അതാണ് നമ്മുടെ പ്രഭുപാദ്. ശീല പ്രഭുപാദ് പോലെ വേറെ ആചാര്യൻ വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ലീലാമൃതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അൺബിലീവബിൾ അദ്ദേഹത്തിൻ്റെ ലീല. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഹരേകൃഷ്ണ പ്രസ്ഥാനം വളരെ ശക്തിയുള്ളതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം ശ്രീധാം മായാപ്പൂരിൽ നിന്നാണ്. അപ്പോൾ മായാപ്പൂരിൽ ഇപ്പോഴും ഫ്ലഡ് വരുമ്പോൾ, അതായത് മഴക്കാലത്ത് ഫ്ലഡാവും അവിടെ, വെള്ളപ്പൊക്കം വരും. അപ്പോൾ അത് ആക്ച്വലി പ്രഭുപാദ് പറയുന്നത് ഇതൊരു ഇൻഡിക്കേഷനാണ്. അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലമാണ് മായാപ്പൂർ. അപ്പോൾ അവിടെ നിന്ന് ഇതേപോലെ ഫ്ലഡ് വരുമ്പോൾ, വെള്ളത്തിൻ്റെ ഫ്ലഡ് വരുമ്പോൾ അതൊരു ഇൻഡിക്കേഷനാണ്. എന്താണ്? ഇതേപോലെ ഇവിടെയുള്ള കൃഷ്ണപ്രേമവും ഉണ്ട് അവിടെ. കൃഷ്ണപ്രേമത്തിൻ്റെ കൃഷ്ണപ്രേമമാവുന്ന പ്രളയം ലോകമെമ്പാടും എത്തും എന്നുള്ളത്. കൃഷ്ണപ്രേമത്തിൻ്റെ അമൃത് ലോകമെമ്പാടും എല്ലാവരിലേക്കും എത്തുവാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം. സജ്ജന ദുർജന പങ്കു ജഡ അന്ധഗണ പ്രേമവന്യായ ഡുബായില ജഗത്തേര ജന. ഹരേ കൃഷ്ണ. സജ്ജന ദുർജന പങ്കു ജഡ അന്ധഗണ പ്രേമവന്യായ ഡുബായില ജഗത്തേര ജന. വിവർത്തനം. എന്റെ ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം ലോകമാസകലം ജനങ്ങളെയും അവർ മാന്യരോ തെമ്മാടികളോ മുടന്തന്മാരോ ബലഹീനരോ അന്ധന്മാരോ ആയിരുന്നാൽ കൂടി കൃഷ്ണഭക്തിയുടെ പ്രളയത്തിൽ ആഴ്ത്തുക തന്നെ ചെയ്യും. യൂറോപ്യന്മാർക്കും അമേരിക്കൻ വംശജർക്കും പൂണൂലും സന്യാസവും നൽകുന്നതിനെ അസൂയാലുക്കളായ ദൃഗിഷ്ടന്മാർ എതിർക്കുന്നുണ്ടെങ്കിലും ഒരുവൻ മാന്യനെന്നോ തെമ്മാടിയെന്നോ പോലും പരിഗണിക്കേണ്ടതില്ലെന്നതിന് ഈ ശ്ലോകം വീണ്ടും ഊന്നൽ നൽകുന്നു.
ഇത് ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. മജ്ജകളാൽ ഉളവായ ബാഹ്യ ശരീരത്തെ സംബന്ധിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം പഞ്ചതത്വത്തിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശരിയായി നയിക്കപ്പെടുന്നതാകയാൽ ബാഹ്യമായ അവസ്ഥാ വിശേഷങ്ങൾക്ക് ഇതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാവില്ല. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. സജ്ജന ദുർജന പങ്കു ജഡ അന്ധഗണ പ്രേമ വന്യായ ഡുബായില ജഗത്തേര ജന. ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഹരേ കൃഷ്ണ പ്രസ്ഥാനം അപ്പോൾ നോക്കൂ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുകയാണ്. അപ്പോൾ അതേ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തന്നെയാണ് പ്രഭുപാദ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളതും. വ്യത്യാസമില്ല. മഹാപ്രഭുവാണ് അതിൻ്റെ തുടക്കം, മഹാപ്രഭുവിൻ്റെയാണ് ഈ പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ പറയുന്നു ഈ പ്രസ്ഥാനം എല്ലാവരെയും കൃഷ്ണപ്രേമത്തിൽ മുക്കുന്നു, കൃഷ്ണപ്രേമത്തിൽ മുങ്ങുകയാണ് ചെയ്യുന്നത് എല്ലാവരും. അതിൽ പറയുന്നു സജ്ജനരായിട്ടുള്ളവർ, ദുർജനരായിട്ടുള്ളവർ, പങ്കു, അതായത് പങ്കും ലങ്കേതഗിരിയും ഉടന്തര് എന്ന് പറയും. ജഡ, അതായത് ജഡവസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡമായിട്ടുള്ളത്. അന്ധഗണ, കണ്ണ് കാണാത്തവർ, എല്ലാവരും ഇവിടെ ഇതെല്ലാം കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും അല്ലെങ്കിൽ എന്താ പറയുക നടക്കാൻ പറ്റാത്തവരും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ കണ്ണ് കാണില്ല, ജഡം, പങ്കു എന്ന് പറയുന്നതൊക്കെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണല്ലേ. എന്നാൽ അതൊന്നുമില്ല. അതായത് സജ്ജനങ്ങളാവട്ടെ ദുർജനങ്ങളാവട്ടെ എന്ത് അവസ്ഥയിലുള്ള ആളുകളാവട്ടെ അവരെല്ലാവരിലും പ്രേമവന്യായ ഡുബായില, എല്ലാവരിലും കൃഷ്ണ പ്രേമത്തിൻ്റെ എല്ലാ കൃഷ്ണപ്രേമത്തിലും എല്ലാവരും മുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പ്രഭുപാദി പറയുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണ് പ്രഭുപാദ്. അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് അമേരിക്കയിൽ നിന്നുള്ള യൂറോപ്യൻ ഡിസൈപ്പിൾസും അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ ഒരുപാട് ഡിസൈപ്പിൾസ് അദ്ദേഹത്തിനുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ബ്രാഹ്മണ ദീക്ഷ കൊടുത്ത് സന്യാസം കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കുറേ സ്മർത്ത ബ്രാഹ്മണർക്കും അല്ലെങ്കിൽ പല ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തു യോഗ്യതയാണ് അവർക്കുള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് അവർക്ക് ശാസ്ത്രങ്ങൾ അറിയില്ല. കാര്യം എവിടെ ജനിച്ചു എന്താണെന്നുള്ളത് അതിൽ വലിയ കാര്യമില്ല. പുറമേയുള്ള ശരീരത്തിനും കളറിനും ജന്മം ഏതാണെങ്കിലും അതിലല്ല കാര്യം ഇരിക്കുന്നത് അല്ലേ, ഗുണത്തിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഭക്തിമാർഗം സ്വീകരിച്ച് അവർ നല്ല ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് അവിടെ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ശരീരം എങ്ങനെയാണ്, ശരീരത്തിൻ്റെ കളർ എന്താണ്, എവിടെ ജനിച്ചു, ഇതിലൊക്കെ വല്ല പ്രസക്തിയുണ്ടോ? ഇല്ല. പ്രഭുപാദ് പറയുന്നു ആക്ച്വലി പഞ്ചതത്വ ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ പാർഷദരും പഞ്ചതത്വ ഇതിന് പ്രസക്തി കൊടുത്തിട്ടില്ല. അവർ പാത്ര അപാത്ര നദേഖെ അല്ലേ, അതായത് ആരാണെന്ന് നോക്കിയിട്ടില്ല, ഇന്ന ജാതി ഇന്ന മതം ഒന്നുമില്ല, ഇന്ന സ്ഥലത്തു നിന്നുള്ള ആൾക്കാരല്ല, എല്ലാവർക്കും ലോകമെമ്പാടും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പോളിസി. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴുള്ള ഹരേകൃഷ്ണ പ്രസ്ഥാനവും ഫോളോ ചെയ്യുന്നത്. പഞ്ചതത്വത്തിൻ്റെ ഡയറക്ഷനിൽ ഗൈഡൻസിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് പ്രഭുപാദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, 27ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. श्री चैतन्य चरितामृत की जय, श्रीला कृष्णदास कविराज गोस्वामी की जय, जगत गुरु शीला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, शीला गुरुदेव की जय, निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू.